ഡോക്ടറെ എന്റെ കുഞ്ഞിന് 1 മാസം പ്രായമുണ്ട്, ഇപ്പൊ ചൂടൊക്കെ അല്ലേ, അപ്പൊ നമ്മൾ പാലിന്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കത്തില്ലേ? കുഞ്ഞിനും കുറച്ച് ദാഹമൊക്കെ കാണും, അപ്പൊ വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടുമായിരിക്കും അല്ലെ? ഈ കഴിഞ്ഞ ഇടയിൽ OP-യിൽ വന്ന ഒരു പേരന്റ് ചോദിച്ച ചോദ്യമാണ് എന്റെ അടുത്ത്. അപ്പൊ 6 മാസം താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക്, അതായത് മുലപ്പാലിന്റെ കൂട്ടത്തിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് വെള്ളം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ കുഞ്ഞുങ്ങൾക്ക് സേഫ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഡ്രിങ്ക്സും അതുപോലെ തന്നെ ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമസ്കാരം, ഞാൻ ഡോക്ടർ അമലു ബാബു, കുട്ടികളുടെ ഡോക്ടറാണ്. ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടി ഡോക് വിത്ത് കുട്ടി ടോക്ക്. സോ ഇന്നത്തെ സമ്മർ സേഫ്റ്റി ടിപ്സിൽ നമ്മൾ ഓൾറെഡി ഇൻട്രഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ കുട്ടികളിൽ നമ്മൾ ഈ സമ്മർ ടൈമിൽ ശ്രദ്ധിക്കേണ്ട വെള്ളത്തിന്റെ ആഹാരത്തിന്റെ കാര്യങ്ങളെ കുറിച്ചാണ്. സോ നമ്മൾ 2 പാർട്ടായിട്ടായിരിക്കും ഇത് ഡിസ്കസ് ചെയ്യുക. ഒന്ന് 6 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ കുറിച്ചും, രണ്ടാമതായിട്ട് മുതിർന്ന കുട്ടികളെ കുറിച്ചും. ഇന്ന് ഒന്ന് ഔട്ട്ഡോർ ഷൂട്ട് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചാണ്. നല്ല ചൂടാണ്, ഞാനിപ്പോ ട്രിവാൻഡ്രത്താണ് ഉള്ളത്. അപ്പൊ എന്തായാലും സിറ്റുവേഷന് പറ്റിയ ടോപ്പിക്കാണ്. സോ 6 മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല്, ഒരുപാട് പേർക്കുള്ള സംശയമാണ്, ചൂടല്ലേ അപ്പൊ എക്സ്ട്രാ ആയിട്ട് നമ്മൾ വെള്ളം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളൊക്കെ ധാരാളം വെള്ളം കുടിക്കുന്നു, അപ്പൊ കുഞ്ഞുങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് വെള്ളം കൊടുത്താൽ എന്താണ് കുഴപ്പം എന്നൊക്കെ ഉള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അമ്മയുടെ പാലിൽ തന്നെ കുഞ്ഞിന്റെ ദാഹവും വിശപ്പും മാറ്റാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്ക് ആദ്യം അമ്മയുടെ പാല് വരുന്നത് കുറച്ച് വെള്ളം പോലുള്ള പാലും പിന്നീട് കട്ടി കൂടിയ പാലുമാണ് വരുന്നത്. സോ ഈ വെള്ളം പോലെയുള്ള ആദ്യത്തെ പാലിൽ കുഞ്ഞിന്റെ ദാഹം മാറ്റാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നീട് വരുന്ന പാലിൽ കുഞ്ഞിന്റെ വിശപ്പ് മാറ്റാനായിട്ടുള്ള കാര്യമുണ്ട്. സോ അതിനായിട്ട് നമ്മൾ എക്സ്ട്രാ ആയിട്ട് വെള്ളം കൊടുക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുലയൂട്ടുന്ന അമ്മമാര് നല്ല രീതിയിൽ വെള്ളം കുടിച്ച് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുക. അതുപോലെ തന്നെ ആഹാര കാര്യങ്ങളിലും ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. സോ ഇനി നമ്മൾ 6 മാസത്തിൽ മുകളിലുള്ള കുട്ടികളുടെ കാര്യമാണ് സംസാരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമ്മൾ വീട്ടിലുള്ള ഫുഡൊക്കെ കുറേശ്ശെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ധൈര്യമായിട്ട് നമുക്ക് വെള്ളം കൊടുക്കാവുന്നതാണ്. തിളപ്പിച്ചാറിച്ച വെള്ളം നന്നായിട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ കഞ്ഞിവെള്ളം, കരിക്ക് വെള്ളം, മോര് വെള്ളം, ഈ തിളപ്പിച്ചാറിച്ച വെള്ളത്തിൽ തന്നെ നാരങ്ങ വെള്ളം, ഇതൊക്കെ നമുക്ക് അവർക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കഫീൻ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ, അതായത് ചായ, കാപ്പി, ഇതൊക്കെ ഒന്ന് മാക്സിമം ഒഴിവാക്കണം. കാരണം ഇത് വീണ്ടും ദാഹം കൂട്ടുന്ന കുറച്ച് ഡ്രിങ്ക്സ് ആണ്. ഇനി മുതിർന്ന കുട്ടികളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഇപ്പം ചൂടായതുകൊണ്ട് എല്ലാവർക്കും ഈ സോഫ്റ്റ് ഡ്രിങ്ക്സും കൊക്കക്കോള, പെപ്സി, ഈ വക കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമായിരിക്കും. അപ്പം ഇതൊക്കെ ഒന്ന് മാക്സിമം ഒഴിവാക്കണം. കാരണം ഇത് വീണ്ടും നമുക്ക് കുട്ടികളിൽ ഡീഹൈഡ്രേഷൻ കൂട്ടുന്ന കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോരും വെള്ളം, കഞ്ഞിവെള്ളം, നാരങ്ങ വെള്ളം, ഈ വക സാധനങ്ങളെല്ലാം നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി ഫുഡിലേക്ക് കിടക്കുമ്പോൾ, ഫുഡിൽ നമുക്ക് ഇപ്പൊ സീസണൽ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാവുന്നതാണ്. ജ്യൂസ് ആയിട്ട് കൊടുക്കുന്നതിലും നല്ലത് നമ്മൾ കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കൊടുക്കാം. ചെറിയ സാലഡ്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. പിന്നെ കഴിവ് നമ്മൾ അധികം എരിവും അധികം പുളിയുള്ള ഫുഡൊക്കെ ഒന്ന് കുറയ്ക്കണം. ജങ്ക് ഫുഡ്സ് ഒക്കെ ഒന്ന് ഒഴിവാക്കണം. കാരണം ഇതെല്ലാം ഡീഹൈഡ്രേഷന് കാരണമാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാട്ടർ ഇൻടേക്ക് ആണ്. വാട്ടർ ഇൻടേക്ക് ദിവസം ഒരു 8 ഗ്ലാസ് വെള്ളം എങ്കിലും മിനിമം കുടിക്കണം. കൂടുതൽ ദാഹം ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ വെള്ളം കുടിക്കാം. വലിയ ആൾക്കാരാകുമ്പോൾ ഒരു 3 തൊട്ട് 4 ലിറ്റർ വെള്ളം വരെയെങ്കിലും കുടിക്കണം. ഇനി രാവിലെ 10 മുതൽ 4 മണി വരെയുള്ള സമയങ്ങളിൽ കഴിവതും കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടാതിരിക്കാൻ നമ്മൾ പ്രത്യേകിച്ച് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അഥവാ നമുക്ക് അങ്ങനെ പുറത്തിറങ്ങേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് നമ്മൾ എന്തായാലും എടുത്തിരിക്കണം. എന്തൊക്കെയാണ് അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫുഡിന്റെ ഡ്രിങ്ക്സിന്റെയും കാര്യം എല്ലാവരും ഒന്ന് വളരെ സേഫ് ആയിട്ടൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ ഈ ഫുഡിൽ കൂടെയും വെള്ളത്തിൽ കൂടെയും ഒക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കുന്നതാണ്. സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Until then, this is Dr. Amlu signing off. Take care and bye-bye. ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഡൗട്ട്സുകളും എന്തൊക്കെ ടോപ്പിക്ക് നിങ്ങൾക്ക് ഡിസ്കഷൻ വേണം എന്നുള്ളതും കൂടി കമന്റ് ബോക്സിൽ അറിയിക്കണം. ഓക്കെ, ബൈ.